DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ബന്ധുക്കൾ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവന വിഷമിപ്പിക്കുന്നതാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത്. കത്തിൽ MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. അദ്ദേഹത്തിന്റെ കത്തുകളിൽ തന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ അപ്പച്ചൻ അങ്ങനെ പല ആളുകളുടെയും പേര് വിവരങ്ങൾ വളരെ എടുത്തു പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ബാങ്കുകളിലാണ്, സഹകരണ ബാങ്കുകളിലാണ് അഴിമതിക്ക് വേണ്ട പണം ഇവർ വാങ്ങിയത്, ആരാണ്, എങ്ങനെയാണ് വാങ്ങിപ്പിച്ചത്, അത് തിരിച്ചടയ്ക്കുന്നതിനും ആ പൈസ കണ്ടെത്തുന്നതിനും വേണ്ടി ഏതൊക്കെ രീതികളിലാണ് ഇതിനെ ഉപയോഗിച്ചത് എന്നെല്ലാം വളരെ വ്യക്തമായി കത്തിൽ 1, 2, 3, 4 എന്ന രീതിയിൽ പാരഗ്രാഫ് ഇട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രമേശ് ചെന്നിത്തലയോട് ചോദിക്കാനുള്ള കാര്യം, ഇദ്ദേഹം ഇത് വ്യാജമാണെങ്കിൽ അദ്ദേഹം ആ കത്തിൻ്റെ പകർപ്പ് എടുത്തുകൊണ്ട് ആ കത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് വായിച്ച് അതിനുള്ള മറുപടി പറയാനുള്ള ചങ്കൂറ്റം രമേശ് ചെന്നിത്തല. NM വിജയൻ ആത്മഹത്യ ചെയ്തതിൽ കടുത്ത ചതിയുണ്ടെന്ന BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി NM വിജയൻ മരിച്ച ആ ഘട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞിരുന്നു, ആത്മഹത്യ ചെയ്യാനുണ്ടായിട്ടുള്ള NM വിജയനെ പോലെയുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിലും വയനാട്ടിലും കോൺഗ്രസിന് വേണ്ടി അക്ഷീണം പണിയെടുത്തിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു കൊടിയ ചതി തന്നെ നടന്നിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. IC ബാലകൃഷ്ണനെ കൂടാതെ NT അപ്പച്ചൻ, ബാലചന്ദ്രൻ, KK ഗോപിനാഥ് എന്നിവരുടെ പേരുകളും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ജനം, വയനാട്.